അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ബന്ധുക്കളെ കൊല്ലുക, അതും രക്തബന്ധത്തിലുള്ളവരെ കൊല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എൻ്റെ അമ്മയെ കൊല്ലുകയാണ്. അതെ അതെ, ഇതൊരിക്കലും ഒരു പ്രണയമല്ല. ആ ഒരു അമ്മ വിചാരിച്ചു കാണുമോ ഈ ഒരു മോളെ വളർത്തി വലുതാക്കുമ്പോൾ ഇത് എൻ്റെ അന്ധകനാകുമെന്ന് എപ്പോഴെങ്കിലും ആ ഒരു അമ്മ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച കാര്യം തീരുമെന്ന്, അല്ലെങ്കിൽ ചെന്നങ്ങ് കുറ്റസമ്മതം നടത്തിയ കാര്യം കഴിയുമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അതിപ്പോൾ ഏത് മതത്തിലുള്ളവരായാലും. കേരളക്കര കണ്ട നീചമായ പ്രവർത്തികളിൽ ഒരെണ്ണം കൂടെ ആഡ് ആവുകയാണ്. അതെ, കഴിഞ്ഞ ദിവസം അമ്മേനെ കൊലപ്പെടുത്തിയ കേസിൽ മകളെയും അതുപോലെ തന്നെ മകളുടെ കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മുണ്ടൂരാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കേസുകൾ ഒരുപാട് തന്നെ അമ്മയെ കൊന്നു അല്ലെങ്കിൽ മകളെ കൊന്നു. ഇത് ഒരു അതുപോലെ പ്രായത്തിന് അത് അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ബന്ധുക്കളെ കൊല്ലുക, അതും രക്തബന്ധത്തിലുള്ളവരെ കൊല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഈ അടുത്തിടയ്ക്കാൻ ഇതുപോലത്തെ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാമുകൻ മകനെ അടിച്ചു, അങ്ങനെ കുറേ കേസുകൾ, കൊന്നു, അങ്ങനെ കുറേ മർഡേഴ്സ് ഇപ്പൊ കൂടുന്നുണ്ട് ഈ ഒരു അവിഹിതത്തിന്റെ പേരിൽ. കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി പിഞ്ചു കുഞ്ഞിനെ കൊല്ലുക, കഴുത്തിഞ്ഞരിച്ച് കൊല്ലുക, ഇതുപോലെ കുറേ കേസുകളായി ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മുണ്ടൂറാണ് ഈ ഒരു കേസ് നടക്കുന്നത്. ആക്ച്വലി കാമുകന് വേണ്ടിയിട്ട് അമ്മേനെ കൊന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട്. കാമുകന് കടബാധ്യത ഉണ്ടായിരുന്നു, അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു സ്വർണം, അമ്മേനെ കൊന്നിട്ട് സ്വർണം കൈക്കലാക്കുന്നത്. ഈ ഒരു സ്ത്രീക്ക് 45 വയസ്സും കാമുകന് 29 വയസ്സുമാണ്. അമ്മയ്ക്ക് 77 വയസ്സുമാണുള്ളത്. അപ്പോൾ 16 വയസ്സിന് ഡിഫറൻസ് ആണുള്ളത്. ഇതൊരു പ്രണയബന്ധം എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എന്നിട്ട് അമ്മയെ കൊന്നത് കാമുകന് സ്വർണം കൊടുക്കുക, അത് ഭയങ്കര സില്ലി ആയിട്ടാണ് ആള് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മയെ കൊന്നതിന് ശേഷം ആള് സ്വർണം കാമുകന് കൊടുത്തതിന് ശേഷം ആള് പോകുന്നത് ജിമ്മിലേക്കാണ്. ആള് കുറച്ച് കൂളാണ് ആള്. അതെ, ആള് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആള് നേരെ പോയത് ജിമ്മിലാണ്. സ്വന്തം അമ്മേനെയാണ് കൊന്നിരിക്കുന്നത്. ആ ഒരു ഇതുപോലും ആ ഒരു കൺസിഡറേഷൻ പോലും ആള് ഇല്ല. ആ ഒരു അതിൻ്റെ ഒരു ഗിൽറ്റ് ഫീൽ ഇല്ലാണ്ട് സ്വന്തം ആരോഗ്യം നോക്കാനായിട്ട് ഓടി ജിമ്മിൽ പോകുന്നു. അതെ, ഒരു പാമ്പിനെയോ പഴുതാരിനെയോ തല്ലിക്കൊന്ന ഒരു ഫീലേ ഉള്ളൂ അവർക്ക്. അവരെ ഉപദ്രവിക്കാൻ വന്ന ഒരു സാധനത്തിനെ തല്ലിക്കൊന്ന ഒരു ഫീലേ അവർക്കുള്ളൂ. പട്ടിനെ പൂച്ചനെന്നും പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ ആരെ ആയിക്കോട്ടെ, നമ്മുടെ ബന്ധുവല്ല, ആരെ കൊന്നാലും കൊന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സാഹചര്യത്തിന്റെ ഇതിൽ ഒരു കൊലപാതകം നടന്നു എന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞിട്ട് ഒരു ഗിൽറ്റ് ഫീൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാവേണ്ടതാണ്. ഇത് സ്വന്തം അമ്മ അവിടെ മരണപ്പെട്ടതല്ല, കൊല ചെയ്തു. എന്നിട്ട് എങ്ങനെ എടുത്തിട്ടും കൂളായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോകുന്നു, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു. അവിടെയും അവർ കൂളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കമ്മ്യൂണിറ്റി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എൻ്റെ അമ്മയെ കൊല്ലുകയാണ്. അതെ അതെ, കാമുകനാണ് അവിടെ സ്വന്തം പ്രസവിച്ച് വളർത്തിയ അമ്മയല്ല അവർക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അവരുടെ കാമുകനായിരുന്നു. ഇവർക്കൊരു ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഭർത്താവ് ഹോട്ടൽ ജീവനക്കാരനാണ്. ഇദ്ദേഹം ഡെയിലി രാവിലെ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാവും തിരിച്ചു വരാനായിട്ട്. ഈ നിതിൻ എന്ന് പറയുന്ന പയ്യൻ, അതായത് ഈ കാമുകൻ, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. ഈ ഭർത്താവ്, അതായത് സന്ധ്യയുടെ ഭർത്താവ് രാവിലെ എന്നും ജോലിക്ക് വേണ്ടി പോകും, തിരിച്ച് കയറി വരുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. അപ്പോൾ നിതിൻ്റെ വീട്ടിലും വേറെ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോകുന്ന സമയത്ത് നിതിൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. 29 വയസ്സുള്ള യുവാവ് ഒറ്റയ്ക്കാണ് വീട്ടിൽ. എനിക്ക് തോന്നുന്നു നിതിനും തൊഴിൽ രഹിതമാണെന്ന് തോന്നുന്നു. അപ്പോൾ നിതിൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു സന്ധ്യ അവിടേക്ക് പോകുന്നതും അവരവിടെ വെച്ചിട്ടാണ് ഈ പ്രണയങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. ആ ഒരു അവിടെ വെച്ചിട്ടാണ്. അമ്മയുടെ
കൊലപാതകം വരുമ്പോൾ അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നറിയുന്നത് പോസ്റ്റ്മോർട്ടം വരുമ്പോഴാണ്. കഴുത്ത് ഞെരിച്ച് എന്താ എല്ല് ഞെരിഞ്ഞതിന്റെ കഴുത്തിലെ 2 എല്ല് ഒടിഞ്ഞിട്ടാണ് ഈ തങ്കമണി എന്ന് പറയുന്ന അമ്മ മരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നേക്കാളും മുമ്പ് അമ്മയും മോളും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അതേ തുടർന്ന് അമ്മേനെ പിടിച്ച് തള്ളുകയായിരുന്നു ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു തള്ളുമ്പോൾ നമുക്ക് തല ചെന്ന് പുറകിൽ ഭിത്തിയിൽ ഇടിച്ച് അങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടാവാം. അമ്മ വീണ് കിടക്കുന്നു, അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ആ ഒരു കൊല നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാമുകനെ വിളിച്ചതിന് ശേഷം അമ്മേന്റെ ആ ഒരു കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ഒരു കഷ്ണം പൊട്ടിച്ച് കാമുകന് കൊടുക്കുന്നു. വിത്ത് ഒരു കമ്മലും കൂടെ കാമുകന് കൊടുക്കുന്നു. ഈ സന്ധ്യ തന്നെയാണ് ഈ അമ്മേനെ എടുത്ത് കട്ടിലയിൽ കിടത്തുന്നതും. എന്നിട്ട് ജിമ്മിൽ പോയിന് തിരിച്ചു വന്നതിന് ശേഷമാണ് ബാക്കി പ്ലാനുകൾ. അതെ അതെ. ഭർത്താവ് വന്നതിന് ശേഷം അമ്മ എന്തെന്ന് ചോദിക്കാൻ നേരത്ത് സന്ധ്യ പറയുന്നു അമ്മ നേരത്തെ കിടന്ന് ഉറങ്ങി. പ്രായമായ സ്ത്രീയല്ലേ, അവരുറങ്ങുമല്ലോ, വെറുതെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടെന്ന് കരുതി അതവിടെ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് ഒരുപാട് രാത്രിയായതിനു ശേഷം സന്ധ്യയും ഈ ഒരു കാമുകനും കൂടെ ആ ഒരു വഴിയിൽ കൊണ്ട് ഇടുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഈ ഒരു കാമുകൻ തന്നെയാണ് നാട്ടുകാരെ വിളിച്ച് കൂട്ടുന്നതും. ഈ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോനുണ്ടായിരുന്നു, അത് നേരത്തെ മരിച്ചുപോയി. പിന്നെയുള്ളത് സന്ധ്യയാണ്. ആ ഒരു മോള് തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയും കൊല്ലം വളർത്തി വലുതാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനുഷ്യന്മാരെങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, ഇനി ചെയ്യാൻ പോകുന്നതെന്നും. ഈ ബ്ലൈൻഡായിട്ട് ഒരാളിൽ ഇതൊരു പ്രണയം എന്ന് അവർ പറയുന്നെങ്കിലും ഒരു പ്രണയം ആണോ? ഇതൊരിക്കലും ഒരു പ്രണയമല്ല. സന്ധ്യക്ക് എന്താണ് അയാളോടെന്നറിയില്ല. അയാൾ എന്തായാലും അയാൾ ഒരിക്കലും ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടല്ല സന്ധ്യനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അയാൾക്ക് വേണ്ടത് സന്ധ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും എന്താണോ വേണ്ടത് അത് സന്ധ്യയിൽ നിന്ന് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സന്ധ്യയ്ക്ക് ഒരു പ്രണയം ആണ് എങ്കിൽ തന്നെ ഇത്രയും കൊല്ലം വളർത്തി വലുതാക്കിയ അമ്മയോട് ഇങ്ങനെയും പെരുമാറുന്ന രീതിയിലോട്ട് ആ പ്രണയബന്ധം വൈകാരികമായിട്ടുള്ളൊരു ഇതിലോട്ട് പോവുകയാണ്. അതൊരു മെന്റൽ ഇൽനെസ് ആണ് സത്യം പറഞ്ഞാൽ. ഇത്രയും ക്രൂരമായിട്ടൊക്കെ മനുഷ്യത്വം തീരെ ഇല്ലാതെ പെരുമാറാന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയാണ്. അതിൽ പോലും സാധാരണ സെൽഫിഷ് ആവുന്നത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും. ഇത് സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്താന്ന് പറയുമ്പോൾ, അതൊന്നും പെറ്റ് വളർത്തിയ സ്വന്തം അമ്മേനെ കൊല്ലാന്ന് പറയുമ്പോൾ അത്രയ്ക്കും നീചമായിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് പോയിട്ട് ഈ പ്രണയത്തിന് മാത്രം എങ്ങനെയാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത ആ ഒരു അമ്മ വിചാരിച്ച് കാണുമോ ഈ ഒരു മോളെ വളർത്തി വലുതാക്കുമ്പോൾ ഇത് എൻ്റെ അന്ധകനാകുമെന്ന് എപ്പോഴെങ്കിലും ആ ഒരു അമ്മ ചിന്തിക്കുന്നത്? സ്വന്തം ഭർത്താവിന് വേണ്ടി പോലും അല്ല, ഏതോ ഒരുത്തൻ ആ ഒരു കാമുകന് വേണ്ടിയിട്ട് ആ ഒരു ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു അമ്മ വിചാരിക്കുന്നില്ല ഞാൻ ഇത്രയും പാല് കൊടുത്ത് മുല കൊടുത്ത് വളർത്തിയ എൻ്റെ മോള് ഒരിക്കലും എൻ്റെ അന്ധകയാവുന്നുള്ളൊരു. അതെ, ഒരിക്കലും ആ മോളെയാണ് ഇവര് മാറോട് ചേർത്ത് വെച്ച് വിശക്കുമ്പോൾ പാലും കൊടുത്ത് ഫുഡും കൊടുത്ത് അത്രയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടന്നതാണ്. അതെ, പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിയ ആ ഒരു മകളാണ് അമ്മേനോട്. അത് ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒന്ന് ആലോചിച്ചേ, ലൈക്ക് അവരുടെ അമ്മയാണ്, പക്ഷെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരികയാണല്ലേ ശരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മർഡർ നടന്നതിന് ശേഷം നിതിൻ നേരെ ശബരിമലയ്ക്ക് പോവുകയാണ്. കുറ്റബോധം അവിടുത്തെ വിശ്വാസം ഇപ്പം മനസ്സിലായോ? വിശ്വാസത്തിന്റെ ഒരിത് ദൈവത്തിന്റെ ഇതിലല്ല, വിശ്വാസികളാണ് പോലുള്ള പൊട്ടത്തരം ചെയ്യുന്നത്. അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇതുപോലുള്ള നീചമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കില്ല. എല്ലാവരുടെയും ഒരു വിചാരമാണ് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച കാര്യം തീരുമെന്ന്, അല്ലെങ്കിൽ ചെന്നങ്ങ് കുറ്റസമ്മതം നടത്തിയ കാര്യം കഴിയുമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അതിപ്പോൾ ഏത് മതത്തിലുള്ളവരായാലും. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, പറയാൻ വാക്കുകളില്ല. അത്രയും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതിന് ശേഷം നിതിൻ തിരിച്ചു വരുന്നു. അതിന് മുന്നേ ആയിട്ട് നിതിൻ ഈ സന്ധ്യയുടെ മകനെ വിളിക്കുന്നുണ്ട്. ഈ ഒരു അവർ തമ്മിലൊരു അടുപ്പമുള്ള കാരണം കൊണ്ട് സന്ധ്യയുടെ മോനും ഈ ഒരു നിതിനും തമ്മിൽ അടുപ്പമുള്ളത് കാരണം
നൈബേഴ്സ് ആണല്ലോ. സോ അവർ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ അവർ ഫോൺ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ, ഫോറൻസിക് ഇത് വന്നോ, പോലീസുകാർ വന്നോ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നിതിൻ നേരെ വന്നത് വീട്ടിലേക്കല്ല, മറിച്ച് സഹോദരിയുടെ വീട്ടിലേക്കാണ് ഇദ്ദേഹമല്ല നിതിൻ കയറി പോകുന്നത്. അതിനുശേഷം പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു, ഇങ്ങനെയാണ് അസ്വാഭാവിക മരണമാണ്, ഒരു കഴുത്തിലെ എല്ല് ഒടിഞ്ഞാണ് തങ്കമണി മരിച്ചേക്കുന്നതെന്ന് അറിയുന്നു. സന്ധ്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു, അതിൽ അവരുടെ കാണുവാണ്, അവർ സല്ലപിക്കുന്ന അങ്ങനത്തെ ചാറ്റുകൾ കാണുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും സാധിക്കും. അതെ അതെ. അതിനുശേഷം പിന്നെ പോലീസ് ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും മോഷണ ശ്രമത്തിന്റെ ഇടയിൽ സംഭവിച്ചതായിരിക്കും എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. ഇവരുടെ മാലയും സ്വർണങ്ങളൊന്നും കാണുന്നില്ല. ഇതും സന്ധ്യ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വർണം കാണുന്നില്ലാത്ത കാര്യം സന്ധ്യ അപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് വരുന്നു, അന്വേഷണം നടത്തുന്നു. ഫൈനലി അലമാരയിൽ നിന്ന് ആ ബാക്കി മാലയുടെ പീസ് കിട്ടുന്നു. അങ്ങനെ ആ ഒരു സന്ധ്യയുടെ നിതിൻ്റെ അടുത്തേക്ക് എത്താണ് ആ ഒരു ചാറ്റും ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് സന്ധ്യയിലും നിതിൻ്റെ അടുത്തേക്ക് എത്താണ് ഈ ഒരു കേസ്. അപ്പോഴും ഇവർ സമ്മതിക്കുന്നില്ല. ഫൈനലി നമുക്ക് പോലീസുകാരെ അറിയാം. ഫൈനലി ആ പോലീസിൻ്റെ മുറ ശരിക്കും എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു ഇത് പൈസ മുഴുവൻ ചെന്നേക്കുന്നത് സഹോദരിയുടെയും അമ്മയുടെയും അക്കൗണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ അവരെ പ്രതി ചേർത്ത് ഇതെടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ആ കുറ്റം സമ്മതിക്കുകയാണ് ശരിക്കും ചെയ്തത്. ഓക്കെ. എന്തായാലും എന്താ പറയാ, കേരളക്കര കണ്ട നീചമായ പ്രവർത്തികളിൽ ഒരെണ്ണം കൂടെ ആഡ് ആവുകയാണ്. അതെ. ഇനി എന്തൊക്കെ ലൈക്ക് നമ്മുടെ നാട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെന്നോ രക്തബന്ധുവെന്നോ ഒന്നും തന്നെ മനുഷ്യർക്ക് ചിന്തയില്ല എന്നുള്ളതാണ്. ആ ഒരു അമ്മയുടെ അവസ്ഥ, ഒരു മാനസികാവസ്ഥ ഒന്ന് നമുക്ക് ആലോചിക്കാം. ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. സ്വന്തം മോള് തന്നെയാണ് കൊല്ലുന്നത്. സ്വന്തം മോളുടെ കൈ കൊണ്ടാണ് അവർ മരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് കാണും അവരെന്തിന് ഈ മോളെ വളർത്തി, എന്തിന് ഇത്രയും കഷ്ടപ്പെട്ടൊരു മോളെ വളർത്തി അവർ. ശരിക്കും ആ ഒരു വഴക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അവരുടെ ഉള്ളിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും ഇനിയും ഇതുപോലെയുള്ള സന്ധ്യമാരുണ്ടാവാതിരിക്കട്ടെ. അതെ.